നമസ്കാരം, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വിളിച്ചാൽ വെളിപ്പുറത്തെത്തുന്ന ഭഗവാനാണ് ശ്രീ നരസിംഹമൂർത്തി. ഭക്തനായ പ്രഹ്ലാദനെ കാക്കാൻ തൂണം പിളർന്നു വന്ന ഉഗ്രരൂപിയുടെ അവതാര ദിനമാണ് നരസിംഹ ജയന്തി. ഈ വരുന്ന ഏപ്രിൽ 30 വ്യാഴാഴ്ചയാണ് നരസിംഹ ജയന്തി വരുന്നത്. എത്ര വലിയ കഷ്ടപ്പാടാണെങ്കിലും തീരാത്ത സങ്കടങ്ങളാണെങ്കിലും ഭഗവാനെ മനസ്സുരുകി വിളിച്ചാൽ അതിന് ഉടനടി ഫലം ലഭിക്കുമെന്നാണ് വിശ്വാസം. ഈ വർഷത്തെ നരസിംഹ ജയന്തിയുടെ പ്രാധാന്യം എന്താണ്? ഏതൊക്കെ തിഥിയാണ് നാം പ്രാർത്ഥിക്കേണ്ടത്? നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കാനും ശത്രുദോഷങ്ങൾ മാറാനും അന്ന് ചെയ്യേണ്ട പ്രത്യേക വഴിപാടുകൾ എന്തൊക്കെയാണ്? അപ്പോൾ ഇതിനെക്കുറിച്ചെല്ലാം വ്യക്തമായിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വീഡിയോസ് ഒന്നൊക്കെ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ ഇൻഫോർമേറ്റീവായിട്ടുള്ള കുറച്ച് വീഡിയോസ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കണേ. ആരാണ് നരസിംഹമൂർത്തി എന്നും എന്തിനാണ് ഭഗവാൻ ഈ ഉഗ്രരൂപം എടുത്തതെന്നും നാം അറിഞ്ഞിരിക്കണം. അസുര ചക്രവർത്തിയായിട്ട് ഹിരണ്യകശിപുവിന് വിഷ്ണുവിനോട് കടുത്ത വിരോധമായിരുന്നു. എന്നാൽ അദ്ദേഹത്തിൻ്റെ മകൻ പ്രഹ്ലാദനാകട്ടെ ജനനം മുതൽക്കേ ഉറച്ച വിഷ്ണുഭക്തനും. ഇത് ഹിരണ്യകശിപുവിനെ പ്രകോപിച്ചു. താൻ ആരായാലും കൊല്ലപ്പെടരുത് എന്ന ലക്ഷ്യത്തോടെ ഹിരണ്യകശിപു ബ്രഹ്മാവിൽ നിന്ന് അതീവ സങ്കീർണമായ 4 വരങ്ങൾ വാങ്ങിയിരുന്നു. ആ വരങ്ങൾ ഇങ്ങനെയായിരുന്നു: മനുഷ്യരോ മൃഗങ്ങളോ ദേവന്മാരോ അസുരന്മാരോ തന്നെ വധിക്കരുത്. രണ്ടാമത്തെ കാര്യം പറഞ്ഞത് പകലോ രാത്രിയോ തന്നെ കൊല്ലാൻ പാടില്ല. മൂന്നാമത്തെ വരം എന്നതിൽ വീടിനകത്തോ പുറത്തോ വെച്ച് മരണം സംഭവിക്കരുത്. നാലാമത്തെ വരം എന്ന് പറയുന്നത് ആകാശത്തോ ഭൂമിയിലോ വെച്ചോ യാതൊരുവിധ ആയുധങ്ങൾ കൊണ്ടോ തന്നെ വധിക്കാൻ സാധിക്കരുത്. ഈ വരങ്ങളുടെ ബലത്തിൽ തനിക്ക് മരണമില്ല എന്ന് അസുരൻ അഹങ്കരിച്ചു. ഭഗവാൻ എവിടെയുണ്ടെന്ന് ചോദിച്ച് പ്രഹ്ലാദനെ ഉപദ്രവിച്ചപ്പോൾ ഭഗവാൻ തൂണിലും തുരുമ്പിലും ഉണ്ട് എന്ന് പ്രഹ്ലാദൻ മറുപടി നൽകി. എങ്കിലും ഈ തൂണിലുണ്ടോ എന്ന് ചോദിച്ച് ഹിരണ്യകശിപു തൻ്റെ കൊട്ടാരത്തിലെ ആ കൽത്തൂൺ അടിച്ചു തകർത്തു. ആ നിമിഷം തൂൺ പിളർന്ന് ഭഗവാൻ നരസിംഹമൂർത്തിയായിട്ട് പുറത്തേക്ക് വന്നു. ബ്രഹ്മാവിൻ്റെ വരങ്ങളെല്ലാം നിലനിർത്തിക്കൊണ്ട് തന്നെ ഭഗവാൻ അസുരനെ നിഗ്രഹിച്ചു. മനുഷ്യനുമല്ല മൃഗവുമല്ല, സിംഹത്തിൻ്റെ തലയും മനുഷ്യൻ്റെ ഉടലുമുള്ള നരസിംഹരൂപം. പകലോ രാത്രിയോ അല്ല, സൂര്യൻ അസ്തമിക്കുന്ന സന്ധ്യാസമയം. അകത്തോ പുറത്തോ അല്ല, കൊട്ടാരത്തിൻ്റെ വാതിൽ പടിയിൽ തന്നെ വെച്ചിട്ട്. ആകാശത്തോ ഭൂമിയിലോ അല്ല, തൻ്റെ മടിയിൽ കിടത്തിക്കൊണ്ട്. ആയുധങ്ങൾ കൊണ്ടല്ല, ഭഗവാൻ തൻ്റെ മൂർച്ചയുള്ള നഖങ്ങൾ ഉപയോഗിച്ച് അസുരനെ വധിച്ചത്. മഹാവിഷ്ണുവിൻ്റെ അവതാരങ്ങൾ ഏറ്റവും ശക്തിയേറിയതും എന്നാൽ ഭക്തരുടെ വിളി കേട്ടാൽ ഉടനടി പ്രത്യക്ഷപ്പെടുന്നതുമായ അവതാരമാണ് നരസിംഹമൂർത്തി. തൻ്റെ ഭക്തരെ രക്ഷിക്കാൻ ഭഗവാൻ ഏതറ്റം വരെയും പോകുന്നതിൻ്റെ ഒരു തെളിവാണ് ഈ അവതാരം. നരസിംഹ ജയന്തി ആഘോഷിക്കുന്നത് വൈശാഖ മാസത്തിലെ ശുക്ലപക്ഷ ചതുർത്ഥി തിഥിയിലാണ്. 2026 ഈ പുണ്യദിനം വരുന്നത് ഏപ്രിൽ 30 വ്യാഴാഴ്ചയാണ്. നരസിംഹമൂർത്തിയുടെ ആരാധനയിൽ സമയത്തിന് വലിയ പ്രാധാന്യമുണ്ട് കേട്ടോ. ഭഗവാൻ തൂണ് പിളർന്ന് അവതരിച്ചതിന് സന്ധ്യാസമയത്താണ്. അതുകൊണ്ട് തന്നെ അന്നേ ദിവസം വൈകുന്നേരം 6:30 മുതൽ 7:15 വരെയുള്ള സമയം ഏറ്റവും പ്രധാനമാണ്. ഈ സമയത്ത് വീട്ടിൽ ദീപം തെളിയിച്ച് പ്രാർത്ഥിക്കുന്നത് ഇരട്ടി ഫലം നൽകും. എന്തിനു വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ചോദിച്ചാൽ ഗുണങ്ങൾ ഒത്തിരിയുണ്ട്. എന്തുകൊണ്ടാണ് നാം നരസിംഹസ്വാമിയെ ഭജിക്കേണ്ടതെന്നും പലരും ചോദിക്കാറുണ്ട്. വെളിപ്പുറത്തെത്തുന്ന ഭഗവാനാണ് അദ്ദേഹം. അതായത് നമ്മുടെ ജീവിതത്തിലെ ശത്രുദോഷങ്ങൾ മാറാൻ ഏറ്റവും നല്ലതാണ് കേട്ടോ ഈ ഭഗവാനെ പ്രാർത്ഥിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങളോ ശത്രുക്കളിൽ നിന്നുള്ള ഭയമോ അതുമല്ലെങ്കിൽ മറ്റുള്ളവരുടെ ദൃഷ്ടിദോഷം കണ്ണേറ് അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ നരസിംഹ പ്രാർത്ഥന അതിനെല്ലാം ഒരു ഉത്തമ പരിഹാരമാണ്. അതുപോലെ തന്നെ എത്ര ശ്രമിച്ചിട്ടും മാറാത്ത സങ്കടങ്ങളും കഷ്ടപ്പാടുകളൊക്കെ ഉണ്ടെങ്കിൽ ഈ ദിവസം ഭഗവാനോട് മനമുരുകി പ്രാർത്ഥിക്കുന്നതും നല്ലതാണ്. ഏറ്റവും നല്ലൊരു കാര്യമാണ് മക്കളുടെ ഐശ്വര്യം. അമ്മമാർക്ക് ഈ ഒരു ദിവസം മക്കളുടെ പേരിൽ പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്. അവർക്ക് നല്ല ബുദ്ധി ഉണ്ടാക്കാനും പഠനത്തിൽ മികവ് പുലർത്താനും ഭാവിയിൽ നല്ലൊരു ജോലി ലഭിക്കാനൊക്കെ ഇത് സഹായിക്കും. ഇതിനായിട്ട് ക്ഷേത്രങ്ങളിൽ ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി കഴിക്കുന്നത് നല്ലതാണ് ഈ ദിവസങ്ങളിൽ. അതുപോലെ തന്നെ കടബാധിതയും രോഗശാന്തിയും മാറാനായിട്ട് സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ കൊണ്ട് വലയുന്നവർക്കും വിട്ടുമാറാത്ത രോഗങ്ങളിൽ കഷ്ടപ്പെടുന്നവർക്കൊക്കെ ലക്ഷ്മി നരസിംഹസ്വാമിയുടെ കടാക്ഷം ആശ്വാസം നൽകും. എങ്ങനെ പ്രാർത്ഥിക്കണം എന്ന് ചോദിച്ചാൽ ലളിതമായിട്ടുള്ള രീതിയുണ്ട്. ഈ ദിവസം വീട്ടിൽ നമുക്ക് ചെയ്യാവുന്ന ലളിതമായിട്ടുള്ള പൂജാവിധികളുണ്ട്. സന്ധ്യാസമയത്ത് വീടും പരിസരവും നല്ല വൃത്തിയായിട്ട് ആക്കിയതിന് ശേഷം നിലവിളക്കൊക്കെ കൊളുത്തുക. ഭഗവാന്റെ ചിത്രത്തിന് മുന്നിൽ പ്രത്യേകിച്ച് ലക്ഷ്മി നരസിംഹസ്വാമിയുടെ പടമാണെങ്കിൽ കൂടുതൽ ഉത്തമം. തുളസിയിലയോ അല്ലെങ്കിൽ ചുവന്ന പൂക്കളോ അതായത് ചെമ്പരത്തി പൂവോ ചെത്തിപ്പൂവോ ഒക്കെ വെച്ച് നമുക്ക് ഭഗവാനെ സമർപ്പിക്കാം. തുടർന്ന് 108 തവണ നമുക്ക് മന്ത്രം ജപിക്കാം. ഓം ശ്രീ ലക്ഷ്മി നരസിംഹം ശരണം പ്രബദ്ധേ എന്നുള്ള ഈ 108 പ്രാവശ്യം ഒന്ന് ജപിക്കുക. ഭക്തനായ പ്രഹ്ലാദൻ്റെ വിളി കേട്ട് ഒരു നിമിഷം പോലും വൈകാതെ തൂണ് പിളർന്നു വന്ന ഭഗവാൻ നിങ്ങളുടെ ഈ പ്രാർത്ഥനകളും തീർച്ചയായും കേൾക്കും. പരിപൂർണ വിശ്വാസത്തോടെ വേണം ഈ കർമ്മങ്ങൾ ചെയ്യാനായിട്ട്. നരസിംഹ ജയന്തി ദിവസം നരസിംഹസ്വാമി പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നത് ഏറ്റവും ഉത്തമമാണ്. എന്നാൽ നിങ്ങളുടെ വീടിനടുത്ത്
നരസിംഹക്ഷേത്രം ഇല്ല എങ്കിൽ വിഷമിക്കേണ്ടതില്ല. മഹാവിഷ്ണുവിൻ്റെ മറ്റേതൊരു അവതാരമൂർത്തിയുടെ ക്ഷേത്രത്തിലും, ഉദാഹരണത്തിന് ശ്രീകൃഷ്ണ ക്ഷേത്രമോ ശ്രീരാമക്ഷേത്രമോ നിങ്ങൾക്ക് ദർശനം നടത്താവുന്നതാണ്. വിഷ്ണു ചൈതന്യമുള്ള ഏത് ക്ഷേത്രത്തിൽ പോകുന്നതും ഈ ദിവസം ഒരുപോലെ ഫലം നൽകും. അതുപോലെ നമ്മൾ ക്ഷേത്രത്തിൽ പോകുമ്പോൾ ഭഗവാന് പ്രിയപ്പെട്ട ചില വഴിപാടുകളൊക്കെ ചെയ്യുന്നത് നല്ലതാണ്. ഏറ്റവും നല്ലതാണ് തുളസിമാല. ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ടതാണ് തുളസിമാല. ഒരു തുളസിമാല സമർപ്പിക്കുന്നത് സർവ്വ ഐശ്വര്യങ്ങൾക്കും കാരണമാകും. അതുപോലെ തന്നെ പാൽപ്പായസം ഭഗവാനെ അവതരിച്ച ദിവസമായതുകൊണ്ട് തന്നെ പാൽപ്പായസം വഴിപാടൊക്കെ കഴിക്കുന്നതും വളരെ വിശേഷപ്പെട്ടതാണ്. പിന്നെ പാനക നിവേദ്യം. നരസിംഹ ക്ഷേത്രങ്ങളിൽ മാത്രമുള്ള ഒരു പ്രത്യേക വഴിപാടാണ് പാനകം. ഭഗവാന്റെ ഉഗ്ര ശമിക്കാൻ നൽകുന്ന ഈ പാനകം വഴിപാടായി കഴിപ്പിക്കുന്നത് ദോഷങ്ങൾ മാറാനായിട്ട് സഹായിക്കും. പിന്നെ മക്കളുടെ അഭിവൃദ്ധിക്കായിട്ട് ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലിയോ പിന്നെ ആയുസ്സും ആരോഗ്യം വർദ്ധിക്കാനായിട്ട് ആയുസ്സുക്ത പുഷ്പാഞ്ജലിയോ ഒക്കെ നിങ്ങളുടെ പേരിൽ വഴിപാടായിട്ട് നടത്താവുന്നതാണ്. വ്രതം എടുക്കണോ, ഇത് എങ്ങനെ എടുക്കണമെന്ന് ചോദിച്ചാൽ സാധിക്കുമെങ്കിൽ നിങ്ങൾ ഈ ദിവസം വ്രതം അനുഷ്ഠിക്കുന്നത് വളരെ നല്ലതാണ്. വ്രതം എടുക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. വ്രതം എടുക്കുന്നവർ തലേ ദിവസം രാത്രി മുതൽ നോൺ വെജ് ഭക്ഷണങ്ങൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കണം. ജയന്തി ദിവസം പാലും പഴങ്ങളും കഴിച്ച് വ്രതം നോക്കാവുന്നതാണ്. വ്രതശുദ്ധി എന്ന് പറയുമ്പോൾ പകൽ സമയം ഭഗവാന്റെ നാമങ്ങൾ ജപിക്കാനും വിഷ്ണു സഹസ്രനാമം ചൊല്ലാനൊക്കെ ശ്രമിക്കുക. പിന്നെ ഏകാദശി വ്രതം പോലെ തന്നെ ഇതും ജയന്തി ദിവസം വൈകുന്നേരത്തെ പൂജകൾ കഴിഞ്ഞ് അടുത്ത ദിവസം രാവിലെ സൂര്യോദയത്തിന് ശേഷം തുളസി തീർത്ഥം സേവിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. പൂർണ്ണമായിട്ടുള്ള വ്രതം എടുക്കാൻ ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുള്ളവർക്ക് നോൺ വെജ് ഒഴിവാക്കി ഭക്തിയോടെ ഭഗവാന്റെ നാമങ്ങൾ ജപിച്ചാൽ മാത്രം മതിയാകും. പിന്നെ പുലവാലായ്മയൊക്കെ ഉള്ളവർ എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. പിന്നെ വഴിപാടുകൾ പറയുമ്പോൾ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിലുള്ള വഴിപാടുകൾ അന്നേ ദിവസം ചെയ്യുക. നമുക്ക് അമ്പലത്തിൽ പോകാൻ സാധിക്കാത്തവർ വീട്ടിൽ തന്നെ ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് നമ്മൾ ഏകാദശിക്ക് എടുക്കുന്ന പോലെ തന്നെ പറ്റുന്ന രീതിയിലുള്ള നൊയമ്പൊക്കെ എടുത്തിട്ട് ഭഗവാന്റെ മന്ത്രങ്ങളൊക്കെ ചൊല്ലി ചെയ്യുക. പിന്നെ കുട്ടികളുടെ പഠന കാര്യങ്ങൾക്കൊക്കെ നല്ല ഇത് ആവാൻ വേണ്ടിയിട്ട് അന്നേ ദിവസം അമ്പലങ്ങളിലൊക്കെ നമുക്ക് വഴിപാടുകൾ ചെയ്യുന്നതൊക്കെ നല്ലതാണ്. അപ്പോൾ ഈ വരുന്ന ഏപ്രിൽ 30 വ്യാഴാഴ്ചയാണ് നരസിംഹ ജയന്തി. നാളെ ഭക്തിയോടും ശുദ്ധിയോടും കൂടി ഭഗവാനെ പ്രാർത്ഥിക്കാൻ എല്ലാവരും ശ്രമിക്കുക. വെളിപ്പുറത്ത് എത്തുന്ന ഭഗവാൻ നിങ്ങളുടെ എല്ലാ വിഷമങ്ങളും മാറ്റി സർവ്വ ഐശ്വര്യങ്ങളും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നരസിംഹ ജയന്തി ദിവസം നമ്മൾ ഇന്ന് പറഞ്ഞ ഈ ഒരു മന്ത്രം ഓം ശ്രീ ലക്ഷ്മി നരസിംഹം ശരണം പ്രപത്തി എന്ന ആ ഒരു മന്ത്രം 108 പ്രാവശ്യം ജപിക്കാൻ മറക്കരുത്. അതുപോലെ വഴിപാടുകളും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളൊക്കെ കൊണ്ടുവരും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ബന്ധുക്കൾക്കൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലുള്ള ആത്മീയമായിട്ടുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ.